കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു 23 വയസ്സുകാരി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൂടുള്ള വിഷയം ഇതാണ്. സോന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പെൺമക്കൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? എന്ത് മഹാവ്യാധിയാണ് അവരുടെ തലച്ചോറിനെ, അവരുടെ ബ്രെയിനിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടുകാരുടെ കണ്ണൊന്ന് മറയുന്ന സമയത്ത് മുതൽ മൊബൈൽ എടുത്ത് പിന്നെ സംസാരം തുടങ്ങും. അത് ജോലി സ്ഥലത്താണോ കോളേജിലാണോ അവിടെ എത്തുന്നത് വരെ ഇത് തുടരും. വെയിറ്റ് ഷെഡിൽ നിൽക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും, അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് മടങ്ങി വീടിന്റെ പടിയിൽ എത്തുന്നത് വരെ ഇത് തുടരും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഇതിലേതെങ്കിലും ഒരു പെൺകുട്ടി ഈ യാത്രയിൽ വീട്ടിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ തന്റെ കഴുത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ തന്റെ ബാഗിൽ കരുതി വെച്ചിരിക്കുന്ന ജപമാല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവളുടെ യാത്രയിൽ അവൾക്കൊരു ജപമാല ചെല്ലാൻ സാധിച്ചാൽ, ഒരു 7 എത്രയും ചെള്ള മാതാവേ എന്ന പ്രാർത്ഥന ചെല്ലാൻ സാധിച്ചാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 91 സങ്കീർത്തനം ഒന്ന് ചെല്ലാൻ സാധിച്ചാൽ, യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ദിവസവും തിരുവചനം എടുത്തൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു അപകടത്തിന് ഒരു കാരണവശാലും ഒരു പെൺമക്കളും വീഴില്ല. ഇപ്പൊ നമ്മുടെ ക്രിസ്തീയ സഭകളിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തിനാണ് കുറവ്? നമ്മൾ മറ്റുള്ളവരെ പഴിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ബുദ്ധിയും കഴിവില്ലാത്തവരാണോ നമ്മുടെ മക്കള്? ചെറുപ്പം മുതൽ 1-ാം ക്ലാസ് മുതൽ അതിനു മുമ്പായിട്ട് ബൈബിൾ നേഴ്സറി, ഇന്ന് ബൈബിൾ നേഴ്സറി ഉണ്ട്. ബൈബിൾ നേഴ്സറി മുതൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ, +2 വരെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, മതപഠനം, തിരുവചനത്തെ കുറിച്ചുള്ള നല്ല അറിവ്, അതോടൊപ്പം കേരളത്തിലെ ഒരു 100-ലധികം ധ്യാന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ ആഴ്ചയ്ക്ക് ധ്യാനങ്ങൾ, ഇവിടെയൊക്കെ പോയി പങ്കെടുക്കാനായിട്ട് ഉള്ള അവസരങ്ങൾ, അതോടൊപ്പം ഇടവകേൽ ധ്യാനങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ട് അതിന്റെ കൂട്ടത്തിൽ വീട്ടിൽ പ്രാർത്ഥന, മറ്റ് ക്ലാസ്സുകൾ, സെമിനാറുകൾ, ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേരുടെ എല്ലാം തലമുറയെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സാധനമാണ് സോഷ്യലിസം. അത് എല്ലാ മതസ്ഥർക്കും ഒന്നുമില്ല, എല്ലാവർക്കും ഒന്നുമില്ല. ചിലർക്ക് ഈ സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ഒരു പൊയ്മുഖം മാത്രമാണ്. അണ്ടിയോടെ എടുക്കണം മാങ്ങയുടെ പുളി അറിയാന്ന് പറയുന്ന പോലെ അടുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇവരുടെയൊക്കെ പലരുടെ യഥാർത്ഥ മുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജാതി വേണ്ട, മതം വേണ്ട, അങ്ങനെയൊക്കെ പല തത്വങ്ങളും പറഞ്ഞ്, ദൈവവിശ്വാസം വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല തത്വങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ലോകത്തിൻ്റെതായ രീതിയിൽ എന്നാ പറയട്ടെ, ലോക സുഖലോലുപതയിൽ മുഴുകിയൊക്കെ ജീവിക്കുമ്പോൾ ഇവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മയെക്കുറിച്ച്, ആ തിന്മയുടെ വലുപ്പത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെങ്ങോട്ടാണ് പോകുന്നത്, എത്ര ആഴമുള്ള ഗർത്തത്തിലേക്ക് അവർ വീഴാൻ പോകുന്നത് അവർ മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലുന്ന ഒരു പെൺകുട്ടിക്ക്, വ്യക്തിപരമായിട്ട് അവളുടെ യാത്രകളിൽ ജപമാല മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിക്കുകയില്ല. പലരും മന്ത്രവാദം ചെയ്തും കൂടോത്രം ചെയ്തും ഒക്കെ ആയിട്ട് ഇവരുടെ സുബോധത്തെ, ഇവരുടെ ബോധതലത്തെ മറയ്ക്കുമ്പോഴും ഇവര് പോലും അറിയാതെ അവരുടെ അടിമകളായിട്ട് മാറുമ്പോഴും യാതൊരു സൗന്ദര്യവും ഒരു ചൈത്യവും നോക്കാതെ ഓരോരുത്തരുടെയൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും വ്യാളി കൈകളിലേക്ക് വീഴുമ്പോഴും ഇവരുടെ മേലുള്ള ഒരു ദൈവകൃപയുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വീഴത്തില്ല. ഒരു കാരണവശാലും ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു കെണി പോയി വീഴുകയാണ്. അപ്പോൾ വീഴുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ദൈവമൊക്കെ വെറും ഒരു പുറമ്പോക്കാണ്. ഇവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവമൊക്കെ എത്രയോ കിലോമീറ്റർ അകലമാണ്. ദൈവമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആത്മീയത എന്നൊക്കെ പറയുന്നത് പുച്ഛമാണ്. പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, പ്രാർത്ഥനയില്ല. മുഴുവൻ സമയവും എന്നാ പറയണ്ടേ, സാത്താന്റെ കെണിയിൽ അകപ്പെടുന്ന വിധത്തിലുള്ള പാപകരമായ ജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളെ ബാധിച്ചിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് മോചിക്കപ്പെടാനായിട്ട് അവൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ പറ്റാത്ത വിധം അവൾ മൊത്തത്തിൽ തിന്മ വിഴുങ്ങിയ ഒരവസ്ഥയിലായിരുന്നു അവൾ കടന്നു പോയിരുന്നത്. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു, എന്തൊരു ആളുകളുണ്ടായിരുന്നു. തിരുവചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ, നിങ്ങളെ കേൾക്കാൻ പറ്റാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളോട്, മക്കളോട്, പെൺകുട്ടികളോട് പറയണം, ഇവർക്ക് ഈ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ കൺമുമ്പിൽ കാണുന്നില്ലേ?
ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇത്രയും തീവ്രമായ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളോട് ഇവർ അറിയുന്നില്ലേ? കാരണന്മാർ പറഞ്ഞു കൊടുക്കുന്നില്ലേ? എന്നിട്ടും പിന്നെയും 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 ഇതേപോലുള്ള മനുഷ്യന്റെ രൂപം ധരിച്ചിരിക്കുന്ന സാത്താന്റെ കൈ പോയിട്ട് ഇതുപോലെ ജീവൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ജീവിതം തകർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ ദൈവകൃപയെ വളർത്ത്. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. പൊയ്മുഖം അണിഞ്ഞ് യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ വരും. പൊയ്മുഖം അണിഞ്ഞ് യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ വരും. അവന്റെ കൈ പോയി വീഴരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇങ്ങനെയുള്ള തിന്മയുടെ കൈകളിൽ നിന്ന് മോചിക്കപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ള ജീവിതവും ആത്മീയ ജീവിതവും വെറും പുച്ഛത്തോടുകൂടിയും പരിഹാസത്തോടുകൂടിയും കാണരുതെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ നിങ്ങളും അങ്ങനെ ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വല്ലവന്റെയും മക്കളുടെ ജീവിതത്തിന്റെ കുറവുകളെ നോക്കി അതിന്റെ പുറകെ പോകാതെ നിങ്ങളുടെ മക്കളുടെ ജീവിതം നാളെ എന്താവും എന്നുള്ളത് നിങ്ങളൊന്ന് തിരക്ക്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണീരും വിലാപത്തോടും പ്രാർത്ഥിക്കുക. ദൈവത്തിന് കൊടുക്കും നിങ്ങളുടെ മക്കളെ. നമുക്ക് എപ്പോഴും വീട്ടിൽ പൊത്തിപ്പൊളിഞ്ഞ് വെക്കാൻ പറ്റുമോ? അവരുടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരു പെറ്റ അമ്മയെ സംബന്ധിച്ച് ഒരു മകള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളുടെ കൂടെ പോകാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് വീടിന്റെ പടി വരെയാണ്. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഉടനീളം അവളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ആത്മാവിൽ പ്രസവിച്ച അവളുടെ ഒരു അമ്മയുണ്ട്, പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നിങ്ങളുടെ മക്കളെ, പെൺമക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ, ആൺമക്കളെ ഏൽപ്പിക്കേണ്ടതല്ല, പെൺമക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. മുമ്പിൽ കടന്നു വരുന്നവരെയൊക്കെ വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പ്രാവിനെ പോലെ നിഷ്കളങ്കയും അതോടൊപ്പം സർപ്പത്തെ പോലെ വിവേകിയുമാകാനായിട്ട് അവരെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുക, അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള കെണികളിൽ നിന്നും മോചിതരാകാനായിട്ട് ഒരാൾക്ക് സാധ്യമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും ഇത്തരത്തിലുള്ള സാത്താന്റെ ആ പൊയ്മുഖത്തെ തിരിച്ചറിയാനും അവൻ ഒരുക്കുന്ന ആ വലയിൽ വീഴാതെ രക്ഷ നേടാനും സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമല്ലാതെ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപയുടെ കരത്തെ നിങ്ങൾ അഹങ്കാരത്തോടുകൂടി തട്ടി നീക്കിക്കളയാതെ ആ കരത്തിന്റെ കീഴിൽ താഴ്മയോട് ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കുക. യേശു തരുന്ന രക്ഷയെന്ന് പറയുന്നത് യേശുവിൽ നിന്ന് അകന്നു മാറി നടക്കുന്നവന്റെ തെരഞ്ഞു പിടിച്ചു പോയിട്ട് കിട്ടുന്ന ഒന്നല്ല. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് യേശുവിന്റെ രക്ഷ. നിനക്ക് യേശുവിന്റെ സംരക്ഷണം, യേശുവിന്റെ കൃപ, യേശുവിന്റെ രക്ഷ ആവശ്യമുണ്ടെങ്കിൽ നീ യേശുവിനെ അന്ധയാചകൻ വിളിച്ച പോലെ ഹൃദയപൂർവ്വം വിളിച്ച് ആ യേശുവിന്റെ അടുത്തേക്ക് വരാനായിട്ട് മനസ്സുകൊണ്ടെങ്കിലും നിനക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ആ യേശുവിന്റെ രക്ഷയും കൃപയും സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ കിട്ടുള്ളൂ. അതല്ലാതെ പ്രാർത്ഥനയില്ല, ദൈവവിശ്വാസവും ഇല്ല, കുമ്പസാരവും ഇല്ല, കുർബാനയില്ല, യാതൊരു ദൈവകൃപയില്ലാതെ വിദ്യാഭ്യാസത്തിനും മറ്റ് സൗഹൃദ ബന്ധങ്ങൾക്കും ഈ ലോകത്തിൻ്റെതായ ജീവിതത്തിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിച്ച് നാരായണക്കല്ല് പിടിക്കും. അത് ഈ ലോകം മുഴുവൻ കാണും. അതോർത്ത് നിന്റെ കുടുംബത്തിലുള്ളവർ ചങ്കുപൊട്ടി കരയുന്നത് നീ നാളെ കാണേണ്ട വരും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന യുവതിവാക്കൾക്ക് മക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരൊന്ന് ബോധ്യപ്പെടുത്തുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.